കാണിക്കുന്നു. പോയി കിടന്നുറങ്ങാർക്കാ. പോയി കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാട്ടാ തോന്നും ബെഡ്റൂമിലാണ് കിടന്നുറങ്ങണേന്ന്. കട്ടപ്പനേന്ന് കുട്ടപ്പമ്മ വന്നു. അങ്ങേർക്കാണെങ്കിൽ തണുപ്പില്ലാതെ പറ്റൂല. അങ്ങനെ പിടിച്ച് എന്നെ AC ബെഡ്റൂമിലും കിടത്തി എന്നെ പിടിച്ച് പുറത്തുമാക്കി. കുറച്ച് മാസങ്ങളെ കഴിഞ്ഞ ഫ്രീസറിൽ കയറേണ്ട മനുഷ്യനാണ്. എന്നിട്ടാണ് എന്നെ പിടിച്ച് പുറത്താക്കണത്. മനുഷ്യൻ ഇവിടെ കിടന്നിട്ട് ഉറക്കവും പറഞ്ഞില്ല. എന്തിനു ചെയ്യൂന്നാണ്. നാളെ കെട്ടാവുള്ളതല്ലേ, അവളെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, അനീറ്റല്ലേ? എണീറ്റില്ല ചേട്ടാ, കിടക്കുവാ. അയ്യോ എണീറ്റില്ലെന്നല്ല, അനീറ്റല്ലേ? അനീറ്റയാ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അയ്യോ, എന്റെ മനസ്സ് നിറച്ച് അനീറ്റയല്ലേ. അനീറ്റയുടെ മനസ്സിലോ? എന്റെ മനസ്സ് നിറച്ച് നാളെ വെളുപ്പിന് വരുന്ന ബ്യൂട്ടീഷ്യനാ. ബ്യൂട്ടീഷ്യൻ നന്നായ കല്യാണം നന്നായെന്നാണല്ലോ. ഓഹോ, അങ്ങനെയാണല്ലേ. ചേട്ടൻ നോക്കിക്കോ, നാളെ മണ്ഡപത്തിൽ വരാൻ പോണത് പെണ്ണ് കാണലിന് കണ്ട ആളെ ആയിരിക്കില്ല. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. നീ നിന്റെ വീട്ടുകാരും കൂടെ എന്നെ പറ്റിച്ച് നാളെ കല്യാണ മണ്ഡപത്തിന് ആരെ കൊണ്ടുവരണം? അയ്യോ അങ്ങനെയല്ല, ഞാൻ ഒരുങ്ങി സുന്ദരിയായി സിനിമാ നടിയെ പോലെ വരുവെന്ന്. ഇപ്പോഴാണ് മനുഷ്യൻ നേരെ ശ്വാസം. അപ്പൊ നാളെ മണ്ഡലത്തിൽ വെച്ച് കാണാം കേട്ടാ. മണ്ഡലോ? അല്ല, മണ്ഡപത്തിൽ വെച്ച് കാണാം. കാണാം കാണാം. ശരി ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ അർക്കാ, ഈ ACയുടെ റിമോട്ട് എവിടാ? ഇവിടെ കട്ടപ്പനയിൽ അത്ര തണുപ്പില്ല. കട്ടപ്പനയിൽ എത്ര തണുപ്പില്ല പോലെ. അങ്ങനെ അണ്ണാടി കുറച്ച് ഐസോട്ട് വരിട്ടോട്. മനുഷ്യരോട് കോച്ച് പിടിച്ചിട്ട് വയ്യാന്ന്. മോടി പുതച്ചു കിടക്കാം, അല്ലെങ്കിൽ രാവിലെ പൈസയും കെട്ടായിപ്പോ. അളിയാ, അക്ഷി അളിയാ, എന്താ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് രാത്രി കയറി വന്നോണം. നീ പേടിക്കാൻ നടക്കണേ ഉള്ളൂ. എന്തിനി? എടാ, എന്റെ പഴയ കാമുകിയില്ലേ ചിഞ്ചൂറാണി, അവളിനെ കല്യാണക്കാരി പറഞ്ഞു. എങ്ങനെ അറിഞ്ഞ്? സത്യം പറ. നീ പറഞ്ഞല്ലേ അവളടുത്ത്? ഞാൻ പറഞ്ഞൊന്നുമില്ല, ഞാൻ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി ഇട്ടു, അത്രേ ഉള്ളൂ. അതാവുമ്പോ ആരും അറിയൂലല്ലേ. അത് തന്നെ. അവളെ കണ്ടിട്ട് അവൾ എന്തിനു പറഞ്ഞേ? അവള് നാളെ നിന്റെ കല്യാണത്തിന് വരും. അങ്ങനെ പറഞ്ഞോ? ഓ സത്യത്തില്? സത്യം. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ എന്തിനു പാവോടെ. നാളെ എന്റെ കല്യാണത്തിന് ഒന്ന് കല്യാണം കൂടിയിട്ട് സദ്യ കൊണ്ട് അങ്ങ് പോകും. കഴിഞ്ഞ പ്രശ്നം. അയ്യോ, നിന്റെ കല്യാണത്തിന് സദ്യ കണ്ണാൻ വരുമൊന്നുമില്ല. നിന്റെ കല്യാണത്തിന് വന്ന് നിന്റെ കല്യാണം അവള് മുടക്കും. കല്യാണം മുടങ്ങിയേ. അളിയാ, ഇനിയെങ്കിലും നിനക്ക് ഈ പെണ്ണുങ്ങളെ തേക്കാതിരുന്നൂടെ? ഓരോ തേപ്പ് കഴിയുമ്പോഴും ഞാൻ ചെറിയ ഇടവേളകൾ എടുക്കും, പെൺകുട്ടികളെ നാട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ. തേപ്പ് അവസാനിപ്പിച്ചു വന്ന് പെൺകുട്ടികളെ വിശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ തേപ്പുകാരൻ. തേപ്പൊടിയില്ലടാ വേണ്ട. അളിയാ, നീ പേടിക്കണ്ട. അവളെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അവൾ കല്യാണത്തിന് വരുമെന്ന്. പിന്നെ അവള് ചിന്തിച്ച് തീരുന്നെടുത്തുനിന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങും അളിയാ. എനിക്കറിയാം, അവള് പറഞ്ഞ് നാളെ അവൾ കല്യാണത്തിന് വരുമെന്ന്. നാളെ അവള് കല്യാണത്തിന് വന്ന് എല്ലാരും മുമ്പ് വെച്ച് വിളിച്ചു പറയും നിന്റെ കാര്യങ്ങള്. അപ്പൊ നിന്റെ കല്യാണം മുടങ്ങൂലേ? അതുകൊണ്ട് നാളെ അവള് വരൂല അളിയാ. ഞാൻ ജീവനോട്ടിരിക്കുമ്പോൾ അവള് നാളെ വരൂല. ഇതാണ് യഥാർത്ഥ കൂട്ടുകാരൻ. നാളെ അവള് കല്യാണ മണ്ഡപത്തിൽ വരുമ്പോ നീ പോയി തടയുന്നു, നമ്മുടെ കല്യാണം നടക്കുന്നു, ഫുൾ ഹാപ്പി. അയ്യോ അയ്യാ, ഞാൻ തടയൊന്നുമില്ല. പിന്നെ അവള് നാളെ കല്യാണത്തിന് വരൂല. അതെന്ത് വരാത്ത്? ഞാൻ അവളെ ഇപ്പഴേ വിളിച്ചോണ്ട് വന്നു. എന്തിന്? അളിയാ, നാളെ അവള് കല്യാണത്തിന് വന്നു കഴിഞ്ഞാ നിന്റെ കല്യാണം മുടങ്ങുമല്ലോ. ഇപ്പഴാകുമ്പോ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. പറഞ്ഞെങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ട് അവളെ മനസ്സൊന്ന് മാറ്റിയിടളിയാ. ഓടാ അവിടുന്ന്, പറഞ്ഞു വിടറ അങ്ങോട്ട്. അളിയാ, ഞാൻ ഇപ്പൊ വിളിക്കും, നീ പറഞ്ഞു മനസ്സ് മാറ്റിട്ട് പറഞ്ഞങ്ങ് വിട്ടാ മതി. ചിഞ്ചു, അവ എന്താ എന്നെ കണ്ടിട്ട് തിരിഞ്ഞിരിക്കണത്? നിന്റെ ചിഞ്ചു വന്നിരിക്കുന്നു. നിനക്കിനി മതിയായില്ലേ? ഞാൻ തുടങ്ങാൻ പോണേല്ലേ ഉള്ളൂ. ഡാഡി, ഈ അക്ഷയ് ഖന്ന ഇവിടെ. ആരടാ? അക്ഷയ് ഖന്ന. അക്ഷയ് കണ്ണൻ എന്നല്ലായിരുന്നാടാ നിന്റെ പേര്? അതൊക്കെ പണ്ട് സ്നേഹിച്ചിരുന്ന കാലത്ത്. ഇപ്പൊ ഞാൻ സിംഗപ്പൂരിലെ ഡോക്ടറിനെയാണ് സ്നേഹിക്കുന്നത്. അല്ല നിന്നെ പോലെ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തവളൊന്നും അല്ല. അപ്പൊ ഒരു വീട്ടിന് ഞാൻ എന്റെ പേരങ്ങ് മോഡിഫൈ ചെയ്തു, അക്ഷയ് ഖന്ന. അക്ഷയ് ഖന്നൻ. കണ്ണൻ തിരിവ് കാണിക്കണവന് ഇടാൻ പറ്റിയ പേര്. എടാ, എന്തൊക്കെ പറയാൻ നിന്റെ കല്യാണം ഞാൻ മുടക്കും മോനെ. മുടക്കും. നിനക്കൊരു കാര്യം അറിയാവോ?
അമ്മയുടെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിക്കേണ്ടി വന്ന ഒരു കഥഭാഗ്യനാണ് ഞാൻ. കഥഭാഗ്യൻ. നീ എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോ വാങ്ങിച്ചെന്നില്ലേ ബിരിയാണി? ഞാൻ അതൊക്കെ എങ്ങനെ മറക്കൂ? നീ എന്നെ അവസാനമായിട്ട് കാണാൻ വന്നപ്പോ എനിക്ക് വാങ്ങിച്ചെന്നില്ലേ കുഴിമന്തി? അതൊക്കെ ഞാൻ എങ്ങനെ മറക്കൂടി? അളിയൊന്നിങ്ങോട്ട് വന്നാൽ അളിയൊന്ന് അവിടെ എന്താണ് കണ്ടാടി കണ്ടാ, നീ വാങ്ങിച്ചു കൊടുത്ത ബിരിയാണി കുഴിമന്തി അവൻ ഓർമ്മയുണ്ട്. എന്നിട്ടും അവൻ നിന്നെ പറഞ്ഞില്ലേ ആ കുഴിമന്തിയിലെ മയോണൈസിന്റെ വില പോലെ അവൻ നിനക്ക് തരണില്ലടി. നീ വാങ്ങിച്ചു കൊടുത്ത കുഴിമന്തി ബിരിയാണി ഓർമ്മയുണ്ട്. എടാ 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 എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവനെ, നീയാണ് എല്ലാ പ്രശ്നത്തിന്റെ ഉറവിടം. നമ്മൾ സ്വപ്നം കാണണ ഒന്ന്, നടക്കണ വേറെ ഒന്ന്. നിന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അയ്യാ, എന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കല്ലടി, എന്റെ നെഞ്ചത്ത് പൂവയ്ക്കാനാണ് നീ കയറി വന്നത്. അതേടാ, അതിന് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ പറ, അങ്ങനെ മിണ്ടാരിയടാ അവിടെ. നിന്നെ വിളിച്ചാ കിട്ടുവോടാ? ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതിലൊന്നും നിന്നെ കിട്ടൂല. എടി മണ്ടി, നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോ ചെക്കനും പെണ്ണും ചെയ്യേണ്ട ഒരു നാട്ടു നടപ്പാണത്. നമ്മൾ വാട്സപ്പിൽ പുതിയ നമ്പർ എടുക്കണം, ഇൻസ്റ്റാഗ്രാമിൽ പുതിയ അക്കൗണ്ട് തുടങ്ങണം, പിന്നെ ഫേസ്ബുക്കിൽ പുതിയ അക്കൗണ്ട് തുടങ്ങണം. ഞങ്ങൾ അങ്ങനെ ഒരു പുതിയൊരു മനുഷ്യനായിട്ടങ്ങ് മാറണം. അങ്ങനെ തൂക്കി എല്ലാം എടുത്തങ്ങ് എറിഞ്ഞ് തൂക്കി ചുവന്ന കരങ്ങളോടി, തൂക്കി ചുവന്ന കരങ്ങളോടി, തൂക്കി ചുവന്ന കരങ്ങളോടി, തൂക്കി തൂക്കി. എന്റെ കരം വെച്ച് ഞാൻ നിന്നെ അങ്ങ് തൂക്കിയാ ചെറുക്കാൻ നിനക്ക് ബോധം പോലും കാണൂല. അത് നിന്റെ നാട്ടു നടപ്പായിരിക്കും. എന്റെ നാട്ടു നടപ്പനുസരിച്ച് നമ്മൾ പ്രണയിക്കാൻ തുടങ്ങിയ അന്നോട്ടുള്ള എല്ലാ മെസ്സേജും തെളിവ് സഹിതം എന്റെ ഫോണിന്റെ അകത്തോട്ട്. ജാങ്കോ, നീ അറിഞ്ഞ നീ വെട്ട് അവള് നോക്കി. എടാ എടാ എടാ, അവൾ ഇപ്പൊ പറഞ്ഞില്ലേ മെസ്സേജ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, ടിക്ടോക്ക് ഇതിലെല്ലാത്തിലും അവൾ ഈ മെസ്സേജ് സാധനങ്ങൾ ഇടും. എന്നിട്ട് നീ വേറെ കെട്ടിയാ നിന്റെ ഭാര്യ നിന്നെ ഡൈവോഴ്സ് ചെയ്യും. നിനക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാതാവും. നിന്റെ കുടുംബക്കാർ നിന്നെ വില കുറച്ചിലാണ്. ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. നീ ചിന്തിച്ച് തീരുന്നെടുത്തുന്നു, ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നു. അതാണ് എന്റെ ബുദ്ധി. അല്ല, ഇതിനൊക്കെ പ്രായച്ചിത്തമായിട്ട് ഞാൻ എന്തിനു ചെയ്യണം? ഞാൻ എന്തു പറഞ്ഞാലും നീ ചെയ്യോടാ? ചെയ്. അങ്ങനെയാണെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കണം. പറ്റൂ? ജാങ്കോ, നീ അറിഞ്ഞ നീ പിന്നെ വെട്ട്. അത് വേണോ? വേണ്ടെങ്കിൽ ഞാൻ ചേട്ടടുത്ത് കീച്ചട്ടാ. നീ ഇവളെ കെട്ടണ ശരി. നീ ഇവളെയാണ് ശരിക്കും കെട്ടേണ്ടത്. നീ ഇവളെ തന്നെ കെട്ട്. ശരി 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 ശരി. ഇതോടുകൂടി എല്ലാ പ്രശ്നവും അവസാനിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ നിന്നെ കെട്ടും. സത്യം? സത്യം. അടിപൊളി. എങ്കിൽ പിന്നെ ചേട്ടൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. അന്തരി, ചേട്ടൻ ഇപ്പൊ വല്ല തലവേന വല്ലോ ഉണ്ടാ? അതൊന്നും നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ചേട്ടൻ എന്നെ തേച്ചിട്ട് പോയപ്പോഴേ ചേട്ടന്റെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഞാൻ ഐസായിട്ട് ഒന്ന് പ്രാഗിയായി. അത് പിന്നെ സ്നേഹം കൊണ്ടല്ലേ ചേട്ടാ? സ്നേഹം കൊണ്ടായിരുന്നേ ചേട്ടാ. അന്ന് നമ്മൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ചേട്ടൻ ഞാനും, എനിക്ക് ചേട്ടൻ നമ്മൾ സെറ്റ് സെറ്റ് സെറ്റായ സ്ഥിതിക്ക് ഇത്തിരി പാട്ടുപാടി ആഘോഷിച്ചാലോ? പിന്നെന്ത്? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇതെല്ലാം സെറ്റായ സ്ഥിതിക്ക് ഞാൻ ഒരു കോൾ ഇട്ട് വരാം. മനസമാധാനം ഒഴിഞ്ഞു കിട്ടിയില്ലേ? അതെ, എന്നെ മറക്കൂ? ഇല്ല. എന്തെങ്കിലും കുഴപ്പമൊന്നും എന്നെ ഒഴിവാക്കൂ? ഇല്ല. എങ്കിൽ പിന്നെ ഞാൻ ഒരു സത്യം പറയട്ടെ. പറ. അടുത്ത മാസം 27-ാം തീയതി എന്റെ കല്യാണമാണ്. ദയവ് ചെയ്ത് നേരത്തെ വരരുത്. മുഹൂർത്തത്തിന് വരിക, കല്യാണം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, തിന്നാ പോവാ. ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. അപ്പൊ നിനക്കെന്താ ചെയ്യാടാ? എടാ, നീ എത്ര പെണ്ണുങ്ങളെടാ ഒഴിവാക്കി കളഞ്ഞത്? ആ പെണ്ണുങ്ങളൊക്കെ അനുഭവിച്ച വേദന നീയും അനുഭവിക്കണം. അതിനാണ് ഞാൻ ഇവിടെ കിടന്ന് ഇത്രയും വളവളന്നടിച്ച് നാടകമൊക്കെ കളിച്ചത്. ഇപ്പൊ എനിക്ക് എന്തൊരു സമാധാനം നിനക്കറിയാമോ? എടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഇന്നിവിടെ വരേണ്ടവളല്ലായിരുന്നു. പിന്നെ നാളെ വന്ന് നിന്റെ കല്യാണവും കണ്ട് നിന്നെ നിന്റെ ഭാര്യ എന്റെ കല്യാണം വിളിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം.
പക്ഷെ ഇപ്പൊ താണ്ട് അങ്ങോട്ട് നിന്റെ മെനകെട്ട കൂട്ടുകാരുണ്ടല്ലോ, അവനാണ് എന്റെ അടുത്തൊന്ന് പറഞ്ഞത്, ജഡി നീ ഇങ്ങനെ ഇരുന്നാലൊന്നും പറ്റൂല, നമ്മൾ ഇപ്പൊ ഈ രാത്രി പ്രശ്നം ഉണ്ടാക്കുന്ന പാടി അങ്ങോട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഈ ഭൂലോകത്ത് നിനക്ക് മാത്രം ഇങ്ങനത്തെ ഒരു കൂട്ടുകാരേ ഉള്ളൂ. എന്റെ ദൈവമേ, ഹണിമൂൺ എങ്ങോട്ട്? സിംഗപ്പൂരാ, ദുബായിയാ? നിന്റെ കൊച്ചത്തിന്റെ വീട്ടിലും. അവിടെ 2 മുറിയേ ഉള്ളൂ അളിയാ. എടാ എവളെന്നെ കല്യാണം വിളിക്കാനായിരുന്നടാ വന്നത്, അല്ലാതെ എന്നെ കല്യാണം മുടക്കാനൊന്നും അല്ല. അയ്യോ, ആ കല്യാണം എന്നെ കല്യാണം വിളിക്കാനായിരുന്നു വന്നത്. നിന്റെ ചിന്ത മൊത്തം തെറ്റായിരുന്നു അളിയാ. ഞാൻ അതല്ലേ പറഞ്ഞത്, അവള് ചിന്തിച്ച് തീരുന്നിടത്തുന്നേ ഞാൻ ചിന്തിച്ച് തുടങ്ങുള്ളൂ അളിയാ. ആ പിന്നെ നീ പോയെന്ന് പറഞ്ഞ എനിക്ക് ഒന്നുമില്ലേ, എനിക്ക് സിംഗപ്പൂരിലെ നല്ല സിംഗക്കുട്ടിയായ ഡോക്ടർ ഉണ്ട്. നിന്നെ പോലെ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തവളൊന്നും അല്ല. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. സന്തോഷിക്കാനുള്ള സമയത്ത് സന്തോഷിക്കണം, കരയല്ലേ. എന്തിനു കരയണം? അളിയാ, എന്തിനാ കരയണ? എനിക്കൊരു കയ്യാമത്താൻ പറ്റിയ അളിയാ. എന്തിന്? നീ കല്യാണം കഴിക്കായിരുന്ന പെണ്ണില്ലേ അനീറ്റ, അവളെ വിളിച്ച് നിങ്ങൾ 2 സെറ്റായി നിങ്ങളെ കല്യാണം കഴിച്ചത് ഞാൻ പറഞ്ഞു പോയി അളിയാ. അയ്യോ എടാ, കുടുംബങ്ങളൊക്കെ അയ്യോ നീ അല്ലടാ പോയി പറഞ്ഞു, എന്റെ നീ ഇപ്പൊ തന്നെ അവളെ വിളിച്ചിട്ട് പറയണം, ഇതെല്ലാം ഒരു പ്രാങ്കായിരുന്നെന്നും നമ്മളെല്ലാം കൂടെ ഒരു അഭിനയം നടത്തിയതാണെന്നും, നാളെ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി കൊതിച്ച് നിൽക്കാന്നൊക്കെ വിളിച്ച് പറ. ഒരു മൂലന്ന് പിടിച്ചോണ്ട് വന്നത് അടുത്ത മൂലയിൽ പോയി. നീ എന്തിനിങ്ങനെ കരയണം? അളിയാ, എനിക്ക് വേറൊരു കയ്യാമത്താൻ പറ്റിയത്. പിന്നെ എന്തൊരു കയ്യബദ്ധം? എടാ, നമ്മളെല്ലാരും കൂടി ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചില്ലേ, അതിന്റെ വീഡിയോ ഞാൻ അവക്ക് അയച്ചു കൊടുത്തളിയാ. എന്റെ ജീവിതം കുളം തോണ്ടാനായിട്ട് ജനിച്ചവൻ എന്തിനാ എന്റെ കൂടെ കൂടി എന്റെ ജീവിതം കൂടെ തൊലക്കുന്നത്? അയ്യോ, എന്റെ കല്യാണം നടക്കൂലേ? നടക്കും. നീ മഹാലക്ഷ്മി തന്നെ. കുട്ടി ഇതൊക്കെ സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയ്യോ അതല്ല, നീ ഒരിക്കലും പെണ്ണ് കിട്ടാതെ തെക്ക് വടക്ക് നടക്കും.